പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് വലതുകരം ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ രോഗങ്ങൾ, ഞങ്ങളുടെ ദുഃഖങ്ങൾ, ഞങ്ങളുടെ സാമ്പത്തിക ബാധ്യതകൾ, കുടുംബത്തിലെ പ്രതിസന്ധികൾ, ഞങ്ങളുടെ വ്യാപാരങ്ങൾ, ഈ മേഖലകളിലേക്കെല്ലാം കർത്താവേ നിന്റെ കൃപ കടന്നു വരട്ടെ. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, മക്കൾ, സഹോദരി സഹോദരന്മാർ, അവരെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ദിവ്യകാരുണ്യനാഥ, പഠനത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ ആശീർവദിക്കണമേ. നല്ല ഭാവി അവർക്കായി ഒരുക്കണമേ. അവരുടെ ഓരോ ആവശ്യങ്ങളിലേക്ക് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ കരുണ വർഷിക്കണമേ. കൃപ ചൊരിയണമേ. നീ തൊട്ടാൽ ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. ദൈവ കൃപ കൊണ്ട് നിറയും. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Hallelujah. 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 Praise the Lord. Hallelujah. Hallelujah. യേശുവിലെ സ്നേഹമുള്ളവരെ, കാരുണ്യവാനായ കർത്താവ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 9-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധക്കരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും അന്ധക്കരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അബോധ മനസ്സ്, അൺകോൺഷ്യസ് മൈൻഡ്, അബോധ മനസ്സ്. ഈ അബോധ മനസ്സ് യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടാലേ നമ്മുടെ പ്രവൃത്തികൾ വിശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തെറ്റായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ, അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ സാധിക്കാത്ത രീതിയിൽ നമ്മിൽ രൂഢമൂലമായിരിക്കുന്ന ചില പ്രവൃത്തികൾ, മദ്യപാനം, അല്ലെങ്കിൽ വേറെ ചിലരുടെ ലൈംഗികമായ ചില പൈശാചിക ബന്ധനങ്ങൾ, സ്വയംഭോഗം, സ്വർഗഭോഗം, മൃഗങ്ങളുമായുള്ള രതി, അതുപോലെ തന്നെ വ്യഭിചാര ചിന്ത, തെറ്റായ സ്നേഹബന്ധങ്ങൾ, ഇതൊക്കെ നിയന്ത്രിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നിയന്ത്രിക്കാൻ പറ്റണില്ല. പോർണോഗ്രഫി, അതായത് നഗ്നചിത്രങ്ങളും മൊബൈലിലൂടെയും അതുപോലെ ടി വിയിലൂടെയെല്ലാം കാണുക, ഇൻ്റർനെറ്റിലൂടെ തെറ്റായ ചിത്രങ്ങൾ കാണുക, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ സ്വഭാവ രീതികൾ അത് നിയന്ത്രിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നിയന്ത്രിക്കാൻ പറ്റണില്ല. കൂടെ മറ്റുള്ളവരുമായിട്ട് വഴക്കുണ്ടാക്കുക, എപ്പോഴും മറ്റുള്ളവരെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, അത് നിയന്ത്രിക്കണമെന്ന് ആഗ്രഹമുണ്ട്,
നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള നമ്മളിലെ ചില സ്വഭാവ പ്രവണതകൾ നമുക്ക് തന്നെ ആഗ്രഹമുണ്ട്, അത് ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് ഉണ്ടായിപ്പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷേ നിങ്ങളുടെ ഭർത്താവ് എല്ലാ ദിവസവും മദ്യപിച്ച് വരുന്നു. അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിട്ടല്ല മദ്യപിക്കുന്നത്. മദ്യപാനം നിർത്തണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ദുരാത്മാവുണ്ട്. ആ ദുരാത്മാവാണ് ആ മകനെ ആ മദ്യപാനത്തിലേക്ക് നയിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മളും തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 7-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറഞ്ഞു: ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, മറിച്ച് ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന രഹസ്യം കർത്താവ് ഇപ്രകാരം അപ്പസ്തോലനിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. റോമാലേഖനത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ അവസാനമായിട്ട് പറഞ്ഞത്. 24-ാം തിരുവചനം: ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് ആര് എന്നെ മോചിപ്പിക്കും? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഈ ബന്ധനങ്ങൾ വിട്ടുപോകാത്തതിലുള്ള വലിയ ഒരു ദുഃഖം ഒരാത്മാവിൽ ഉണ്ട്, ഓരോ ആത്മാവിലും ഉണ്ട്. ഈ ബന്ധനം വിട്ടുപോകാത്തതിലുള്ള ദുഃഖം അനുഭവിക്കുന്ന ആത്മാവിൻ്റെ നിലവിളിയാണ് അപ്പസ്തോലൻ തൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എഴുതി വച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 തുടർന്ന് കർത്താവിന്റെ വെളിപാട് അപ്പസ്തോലൻ ലഭിക്കുകയാണ്. അപ്പസ്തോലൻ 25-ാം തിരുവചനത്തിൽ എഴുതുകയാണ്: നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം. ചുരുക്കത്തിൽ, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ നിയമത്തെ സേവിക്കുന്നു, ശരീരം കൊണ്ട് പാപത്തിൻ്റെ നിയമത്തെയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പസ്തോലൻ പ്രതീക്ഷിക്കുകയാണ്, ശരീരം കൊണ്ട് ഞാൻ പാപത്തിൻ്റെ നിയമത്തെ സേവിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് മനസ്സുകൊണ്ട് ദൈവത്തെ ഞാൻ സേവിക്കുന്ന ശരീരം കൊണ്ട് പാപത്തെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നിന്ന് എനിക്ക് മോചനം വേണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 ഈ ദുർഭകനായ മനുഷ്യന് ഇതിൽ നിന്ന് മോചനം വേണം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ മകനും ഓരോ മകൾക്കും ഈ മോചനം നൽകപ്പെടുമെന്ന് നമ്മളെല്ലാം വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ഇങ്ങനെയാണ് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം തിരുവചനം പറഞ്ഞു: പുത്രൻ നിങ്ങളെ സ്വതന്ത്രനാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 യേശു തുടർന്ന് നമ്മളോട് ഇപ്രകാരം പറയുന്നു. യേശു പറയാണ്, പുത്രൻ ആണെങ്കിൽ, അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്. പുത്രനാകട്ടെ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നു, അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും പുത്രന്മാരാണ്, പുത്രിമാരാണ്. യേശുക്രിസ്തുവിന്റെ പുത്രനാണ്, പുത്രിയാണ്. പുത്രിയാണെങ്കിൽ നമുക്ക് ഭവനത്തിൽ വസിക്കാനുള്ള അവകാശമുണ്ട്. യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാനുള്ള അവകാശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ആർക്കും ഇനിമേലിൽ അടിമകളായി ജീവിക്കാൻ അവകാശമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെല്ലാം പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പുത്രന് അനുസൃതമായിട്ടുള്ള
സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവ്. ആ ആത്മാവ് കൊണ്ട് നമ്മൾ നിറയണം. ഈ ആത്മാവിനെ നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ ആത്മാവ്, സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിനെ മനുഷ്യന് നൽകാൻ വേണ്ടിയിട്ടാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തും. യേശു കുരിശിൽ മരിക്കുന്ന സമയം യോഹന്നാൻ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുക. 19-ാം അധ്യായത്തിൽ അവൻ പറഞ്ഞു, അവൻ തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. ആ സമയത്താണ് യേശുവിൻ്റെ ആത്മാവ് വേർപെട്ട് ഇതാ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന സമയം. അതാണ് അഭിഷേകത്തിൻ്റെ സമയം, അനുഗ്രഹത്തിൻ്റെ സമയം. പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവ് ആരുടെ മേലെല്ലാം പ്രവേശിക്കുന്നുവോ, ആത്മാവ് ആരിലെല്ലാം പ്രവേശിക്കുന്നുവോ അവർക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിൻ്റെ ആത്മാവ് അവൻ്റെ പ്രാണനിൽ നിന്ന്, അവൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിലേക്ക് വന്നെങ്കിലും അപ്പസ്തോലന്മാർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞത് അവര് മറിയത്തോട് ഒന്നിച്ച് ഇരുന്ന് 10 ദിവസത്തെ പ്രാർത്ഥനയിൽ ജാഗരിച്ചപ്പോഴാണ് അവർക്ക് ആ ആത്മാവിനെ അവരിലേക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞത്. അവരിലേക്ക് ആ ആത്മാവ് സ്വീകരിക്കാൻ കഴിഞ്ഞ ആ നിമിഷത്തിൽ എന്ത് സംഭവിച്ചു? അവരിലുണ്ടായിരുന്ന എല്ലാ വെറുപ്പും വിരോധവും ശത്രുതയും മത്സരബുദ്ധിയും ഭയവും എല്ലാം അവരെ അകന്നുപോയി. അവര് സ്വാതന്ത്ര്യമുള്ളവരായിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അപ്പം നമ്മുടെ തഴക്കദോഷങ്ങളുടെ ബന്ധനം, സ്വാതന്ത്ര്യമില്ലായ്മ, അത് നമ്മളെ വിട്ടുപോകണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്ന് നിറയണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ ആത്മാവ് നമ്മളിൽ വന്ന് നിറയുമ്പോഴാണ് ഈ കൃപയും ഈ അനുഗ്രഹവും ഈ ശക്തിയും നമ്മളിൽ ഉണ്ടാകുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. കുതിരപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരുന്ന പൗലോസിന്റെ ദൈവത്തിന്റെ ആത്മാവ് കുതിരപ്പുറത്ത് നിന്ന് തട്ടി വീഴ്ത്തി. അതിനുശേഷം 3 ദിവസം അവൻ ഭക്ഷണമോ പാനീയമോ കഴിക്കാതെ അവൻ പൂർണ്ണ ഉപവാസത്തിൽ അവൻ കഴിഞ്ഞുകൂടി. അതിനുശേഷം 3-ാം ദിവസം അനന്യാസ് എന്ന് പേരായ ഒരു ദൈവശുശ്രൂഷകനെ കർത്താവ് പൗലോസിന്റെ അരികിൽ അയക്കുകയും അവന്റെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുകയും അവനെ സ്നാനപ്പെടുത്തുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അനന്യാസിന്റെ കൈവെപ്പ് പ്രാർത്ഥനയിലൂടെയാണ് പരിശുദ്ധാത്മാവ് പൗലോസിന്റെ മേൽ ഇറങ്ങി വന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതോടുകൂടെ അതുവരെ അവന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന യേശു വിരോധം അവനെ വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പൗലോസ് അപ്പോസ്തലൻ തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുക. I was a man of violence and a blasphemer. ഞാൻ ഒരു എന്താണ് ഞാന് ദൈവദൂഷകനും ഒരു അക്രമ സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. I was a blasphemer, ദൈവദൂഷകൻ. I was a man of violence. ഞാൻ മറ്റുള്ളവരെ ആക്രമിക്കുന്ന അക്രമ സ്വഭാവക്കാരനായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സ്വഭാവം, മറ്റുള്ളവരെ കൊല്ലുന്നതും മറ്റുള്ളവരെ കൊല്ലണത്, അവരെ അമർച്ച ചെയ്യുന്നത്, ക്രിസ്ത്യാനികളെ അടിച്ചമർത്തുന്നത്, ഇതൊക്കെ അവൻ്റെ ജീവിതത്തിൽ അവന് സന്തോഷമായിരുന്നു. അതിൽ ആനന്ദിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു.
എന്നാൽ ഈ പ്രവണതയെല്ലാം ആ മനുഷ്യനെ വിട്ടുപോയി. ദൈവത്തിന്റെ ആത്മാവ് അവനിലേക്ക് കടന്നു വന്നപ്പോൾ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിൽ ചിലർക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികളുണ്ട്. നമ്മളിൽ ചിലർ കലഹപ്രിയരാണ്. നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും കലഹം, നമ്മുടെ കുടുംബത്തിൽ കലഹിക്കരുതെന്ന് ആഗ്രഹമുണ്ട്, കുറ്റം പറയരുതെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കലഹം ഉണ്ടാകുന്നു, കുറ്റം പറച്ചിലുണ്ടാകുന്നു, ദൂഷിച്ച് സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് മദ്യപാനവും മയക്കുമരുന്നുകളുടെ ഉപയോഗവും. അതുപോലെ തന്നെ നമ്മൾ ചിലർക്ക് ബീഡി വലിയും സിഗരറ്റ് വലി, ഇങ്ങനെയൊക്കെയുള്ള വലികളൊക്കെ ഇപ്പം ധാരാളം കുറഞ്ഞിട്ടുണ്ട്. മുറുക്ക് വലി എന്നൊക്കെ പറഞ്ഞ ദുസ്വഭാവമൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് മാറിപ്പോയി. എന്നാൽ അതിനേക്കാളും മോശമായ വേറെ സ്വഭാവങ്ങൾ കയറി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം വിട്ടുപോകണം. നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ ചർച്ചക്കാരിൽ നിന്ന്, ചുറ്റുപാടുകളിൽ നിന്നെല്ലാം അത് നീങ്ങിപ്പോകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് സാധ്യമാകണം എങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ തൊടണം. നമ്മുടെ കുടുംബങ്ങളെയും നമ്മളെയും നമ്മുടെ മക്കളെയും ഒക്കെ പരിശുദ്ധാത്മാവ് തൊടണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് തൊട്ടാലേ ഈ അനുഗ്രഹം നമ്മളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും എല്ലാം കടന്നു വരികയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് വലതുകരം ഒന്ന് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെയിലും നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരിലുള്ള ഈ ബന്ധനങ്ങളെല്ലാം വിട്ടുപോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആത്മാവ് ഈ ദേശത്തേക്ക് കടന്നു വന്ന് നമ്മളെ വിടിവിപ്പിക്കുവാൻ, അനന്തകൃപയാൽ നിറയ്ക്കുവാൻ, അനുഗ്രഹത്താൽ നിറയ്ക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കാരുണ്യവാനായ ദൈവമേ, കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ ആത്മാവിനാൽ, അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളുടെ ദേശത്തെ നിറയ്ക്കണമേ, നിറയ്ക്കണമേ. ഈ ദേശത്തും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിലനിൽക്കുന്ന ദുശീലങ്ങൾ, തർക്കദോഷങ്ങൾ, പാപകരമായ ബന്ധനങ്ങൾ അവയെല്ലാം ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. നിന്റെ ആത്മാവിനാൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. അന്ത്യകാലത്ത് ഇങ്ങനെ സംഭവിക്കും. ഞാൻ എന്റെ ആത്മാവിനെ എന്റെ ദാസന്മാരുടെയും മേൽ വർഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വാഗ്ദാനം അനുസരിച്ച് കർത്താവായ യേശുവേ, ഇപ്പോൾ തന്നെ നിന്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അന്ന് ഇങ്ങനെ സംഭവിക്കും. എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ആ നാളുകളിൽ എന്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. കർത്താവേ, ഈ വാഗ്ദാനം ഇപ്പോൾ തന്നെ ഞങ്ങളിൽ പൂർത്തിയാകട്ടെ. നിന്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അന്ത്യകാല അഭിഷേകം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും
കുടുംബങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഇപ്പോൾ തന്നെ വർഷിക്കണമേ, വിടുതൽ നൽകണമേ, സൗഖ്യം തരണമേ, ശക്തി ഒഴുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെയും ഞങ്ങളുടെ ദേശത്തെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പീഡിപ്പിക്കുന്ന ദുരാത്മാക്കളെ ഞങ്ങൾ ശാസിക്കുന്നു, യേശുനാമത്തിൽ ശാസിക്കുന്നു. ഞങ്ങളെയും ഈ ദേശത്തെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും വിട്ടുപോവുക, യേശുനാമത്തിൽ വിട്ടുപോകട്ടെ, യേശുവിന്റെ കൃപ നിറയട്ടെ, അനുഗ്രഹം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഉന്നതങ്ങളിൽ നിന്ന് പറന്നിറങ്ങണമേ. അങ്ങ് വാഗ്ദാനം ചെയ്തതുപോലെ ഞങ്ങളിൽ വന്ന് നിറയട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ വന്ന് നിറയട്ടെ, ഞങ്ങളുടെ സഹോദരങ്ങളിൽ വന്ന് നിറയട്ടെ, ഞങ്ങളുടെ മക്കളിൽ വന്ന് നിറയട്ടെ, ഞങ്ങളുടെ എല്ലാ ബന്ധനങ്ങളിൽ വന്ന് നിറയട്ടെ. ഹല്ലേലൂയ, 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 അഭിഷേകം സകലത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. ചേർന്ന് പാടാം എല്ലാവരും. ആദ്യകാല അഭിഷേകം സകല ജനത്തിന്മേലും സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. എല്ലാവരും തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ശക്തമായി കരങ്ങളടിച്ച്, കരമുയർത്തി ഒന്നടിച്ച്, ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. അന്ത്യകാല അഭിഷേകത്തിന്റെ ആത്മാവ്, നമ്മളെ സാക്ഷിയാക്കുന്ന ആത്മാവ്. ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവർത്തിച്ചിടാം. കരങ്ങൾ ഉയർത്തേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കൂടി തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർമ്മലയിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഘാത വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ.
കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, എന്റെ മക്കളെ തൊടണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണേ, 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 അനുഗ്രഹം ചെയ്യണമേ, വിടുതൽ ഉണ്ടാകട്ടെ, വിടുതൽ, 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 അത്ഭുത വിടുതൽ, അത്ഭുത വിടുതൽ, അഭിഷേകം, അഭിഷേകം, അഭിഷേകം. യേശുവേ, യേശുവേ, യേശുവിന്റെ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കാം. കർത്താവിന്റെ മുറിവേറ്റ തിരുമുഖം, യേശുവിന്റെ രക്തമൊഴുകുന്ന തിരുമുഖം, ആ തിരുമുഖത്തിലേക്ക് നമ്മുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടാം. ആശ്വാസത്തിൻ ഉറവിടമാണ്. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു എല്ലാവരും ചേർന്ന് നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ഈശോയുടെ തിരുമുഖമേ, ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ പക്കലെത്തുന്നത് വരെ ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കുവാൻ കഴിയുമല്ലോ, അത്ഭുതകരമായി രക്ഷിക്കുവാൻ കഴിയുമല്ലോ. ആബാപിതാവേ, ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുരക്തത്താൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളിൽ അലിവ് തോന്നി കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും കഠിനമായ വേദനകൾ പോലും ശാന്തമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. മാലാഖമാരും വിശുദ്ധരും ആരാധിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ഈശോയുടെ തിരുമുഖം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചരുളണമേ. ആമേൻ. ദൈവത്തിന് സ്തുതി. എനിക്ക് കുറച്ച് ദിവസമായി ശക്തമായ പല്ലുവേദനയായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ജോണച്ചനെ കണ്ട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ജെറമിയ 30:17 വചനം 3 തവണ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. ഞാൻ അതുപോലെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ പല്ലുവേദന പൂർണ്ണമായി മാറി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വലതുകരം ഉയർത്തി നമുക്ക് ഈ ദിവസം ആരാധനാ നിയോഗങ്ങൾ അർപ്പിച്ചവർക്ക് വേണ്ടി പ്രത്യേകം പരസ്പരം കൈകൾ ശിരസിൽ വയ്ക്കുക, ഇടതുകരം നെഞ്ചോട് ചേർത്ത് വയ്ക്കുക, വലതുകരം അടുത്ത് നിൽക്കുന്ന ആളുടെ ശിരസിൽ വയ്ക്കുക.
ആരും ഒറ്റപ്പെട്ട് നിൽക്കാതെ മറ്റുള്ളവരോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. കൂട്ടിന് ആരെയും കിട്ടിയില്ലെങ്കിൽ 3 പേരുടെ ഗ്രൂപ്പായിട്ട് ചേർന്ന് 3 പേരുടെ ശിരസിലും കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ വയ്ക്കണം. 3 പേരുടെയും ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം. എല്ലാവരും ചേർന്ന് ഉയർന്ന ശബ്ദത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 കാൽപാദത്തിൽ ചൊറിഞ്ഞു തടിക്കുന്ന ഒരു വ്യക്തിയുടെ ആ രോഗപീഠ കർത്താവ് എടുത്തു മാറ്റുന്നു. ഹല്ലേലൂയ. ക്യാൻസർ ബാധിച്ച 2 വ്യക്തികളെ കർത്താവ് തൊടുന്നു, സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യൂട്രസ് ഇറങ്ങി വരുന്ന രോഗമുള്ള ഒരു മകളെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അമിതമായ ബ്ലീഡിംഗ് ഉള്ള ഒരു സഹോദരിക്ക് സൗഖ്യം കൊടുക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൂടെ തളർന്ന് തലകറക്കം ഉണ്ടാകുന്ന ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ. വീട് പണിയാനുള്ള കൃപ നൽകി ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്കോളർഷിപ്പ് നൽകി കർത്താവ് ഒരാളെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കുടുംബത്തിൽ മാറി മാറി രോഗം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് പൈശാചിക പീഡ വിട്ടുപോകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൂടെ സാമ്പത്തിക ബാധ്യതയാൽ കടബാധ്യതയാൽ തകർന്നിരിക്കുന്ന കുടുംബത്തിന് മേൽ കർത്താവിന്റെ കൃപ വർഷിക്കപ്പെടുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിഞ്ഞ് താമസിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് കർത്താവിന്റെ കൃപ കടന്നു വരുന്നു. അവരെ ഒരുമിപ്പിക്കുന്ന കൃപയിലേക്ക് ദൈവം അവരെ നയിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മക്കളില്ല, അതിനാൽ മാതാപിതാക്കള് അവർക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അവരെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിവാഹം നടക്കാത്തതിൽ വേദനിക്കുന്ന 7 പേരുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വൈദിക ജീവിതത്തിലേക്ക്, സന്യാസ ജീവിതത്തിലേക്ക് ദൈവം വിളിക്കുന്നുണ്ട്. വിളിക്ക് പ്രത്യുത്തരം കൊടുക്കാൻ കർത്താവ് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. മൂക്കിന്റെ പാലം വളഞ്ഞിരിക്കുന്നു, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ കർത്താവ് ഓപ്പറേഷൻ കൂടാതെ നിങ്ങളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. തലകർക്കം വിട്ടുമാറിയവരുണ്ടെങ്കിലൊന്ന് കൈവക്കാവോ? കൈയൊന്ന് ഉയർത്തി കാണിക്കാവോ? ഇവിടെ വന്ന ശേഷം തലകർക്കം മാറിപ്പോയി. അതിനു മുമ്പ് തലകർക്കം ഉണ്ടായിരുന്നു. അതാ ഒരു സഹോദരിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ സമയത്ത് ഈശോ എന്റെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ സ്വീകരിക്കട്ടെ, ഈശോ ഒരുക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ എന്നിൽ നിറയുന്ന ദൈവമേ, ശക്തിയാൽ ഒഴുകണമേ. കരം പിടിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഈശോ നിന്റെ അരികിലേക്ക് വരുന്നു. ഈശോ നിന്നെ കാണാൻ വരുന്നു. ബർത്തിമേയുസ് ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ എന്റെ കൂരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ കൂരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി, എനിക്കത് മതിയേ. ഒരു വാക്കുമതി, വചനം എനിക്കത് എന്റെ ജീവിതത്തിൽ ഒരു വാക്കുമതി, ദൈവത്തിനൊന്ന് വാക്കുമതി, എനിക്കത് മതി. അത് മതി. ഒരു വാക്കുമതി, എനിക്കത് മതി. അസാധ്യമായതൊന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവത്തിനെല്ലാം സാധ്യമാണ്. അസാധ്യമായതെല്ലാം മാറ്റാൻ കഴിവുള്ള
ദൈവത്തിന്റെ വചനം നിന്നിലേക്ക് വരുന്നു. ഈ സമയത്ത് വചനം മാംസമായി ഇതാ നിന്നിലേക്ക്, നിന്നെ അത്രമേൽ സ്നേഹത്തോടെ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, ഒന്നും കാണുന്നില്ല. അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും